മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചു പോകുന്ന ഒരു കറിക്കൂട്ടുമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താളും ഉണക്കച്ചെമ്മീനും കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചേമ്പിൻ്റെ കൂമ്പ് താളും ഉണക്കച്ചെമ്മീനും കൊണ്ടുള്ള ഒരു ചാറുകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പിൻ്റെ കൂമ്പ് താളെന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ അതിൻ്റെ കൂമ്പ് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്ന അതരത്തിലുള്ള താളാണ്, കൂമ്പാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഉണക്കച്ചെമ്മീൻ, മല്ലിപ്പൊടി ഈ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ സ്പൂണ് 2 സ്പൂൺ. മുളക് പൊടി 3 സ്പൂൺ. ഈ സ്പൂണാണ് 3 സ്പൂൺ മുളക് പൊടി. കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ 1 തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി ഒരു 7 അല്ലി, ചുവന്നുള്ളി ഒരു 5 അല്ലി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചുള കുടംപുളി. ഇനി കടുക് പൊട്ടിക്കാനുള്ള മുളക്, വറ്റൽ മുളക്, ചുവന്നുള്ളി, വെളിച്ചെണ്ണ, കടുക്, ഇവയെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഉണക്കച്ചെമ്മീൻ 100 ഗ്രാമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചട്ടിയിലേക്ക് ഇടുവാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് 2 ചുള കുടംപുളി ഇടുവാണ്. ഇനി ഉപ്പുകല്ല് ഒരു 3/4 സ്പൂൺ ഉപ്പുകല്ലിടുവാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തു വച്ചേക്കണ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇടുവാണ്. ഇനി ഇത് ചെമ്മീൻ വേവുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. പുളിയെല്ലാം ഇളകി ഉപ്പൊക്കെ പിടിച്ച് ഇതൊന്ന് തിളക്കട്ടെ. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. അത് വേവാനുള്ള ഇച്ചിരി താമസമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഈ താളിൻ്റെ കൂമ്പ് അരിഞ്ഞ് എടുക്കുവാണ്. താള് നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ ജാറിലേക്ക് ഇടുവാണ്. ഞാൻ 1 തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി നമ്മളൊരു 7 എടുത്തിട്ടുണ്ട്, അതിങ്ങിടുവാണ്. പിന്നെ ചുവന്നുള്ളി അതൊരു 5 അല്ലി എടുത്തിട്ടുണ്ട്, അത് നമ്മളിടുവാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ 2 സ്പൂൺ എടുത്തേക്കണം, കുറച്ച് ഇതിൻ്റെ കൂടെ ഇടുവാണ്. മുളക് പൊടി 3 സ്പൂൺ എടുത്തേക്കണത്, അതും ഇതിൻ്റെ കൂടെ അരയ്ക്കാനിടുവാണ്. കുറച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ നമ്മൾ അരച്ച് കഴിഞ്ഞു. നമ്മൾ ബാക്കിയിരുന്ന മുളക് പൊടി ഈ ചെമ്മീൻ അടുപ്പത്ത് വെച്ചേക്കണതിലേക്ക് ഇടുവാണ്. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി ബാക്കിയുള്ളത് ഇരിക്കുന്നത് ചെമ്മീനിലേക്ക് ഇട്ടു. ഇനി അതൊന്ന് തിളക്കട്ടെ. തിളക്കട്ടെ. നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പിൻ്റെ കൂമ്പ് താള് നമ്മൾ ചട്ടിയിലേക്ക് ഇടുവാണ്. സ്വല്പം വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ആ ചേമ്പിൻ്റെ ഇലയൊന്ന് വേവാൻ വേണ്ടി. ഇല നന്നായിട്ട് വെന്തു. ഇനി നമ്മൾ തേങ്ങ അരപ്പ് ഒഴിക്കുവാണ്, അരച്ചു വെച്ചിരിക്കുന്ന.
അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കടുക് ഇടുവാണ്. ചുവന്നുള്ളി ഇടുവാണ്. വറ്റൽമുളക്, മൂപ്പാനായിട്ട് കരിവേപ്പില ഇടുവാണ്. ഉപ്പായി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ രുചിക്കൂട്ട്, ഈ കറി നിങ്ങൾക്ക് എന്തായാലും എങ്ങനെയായാലും വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതാണ്. അതുവരെ ഹായ്.